ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം രാവിലെ ഞാൻ പശുക്കളുണ്ട്, വെച്ചൂരി പശു ഒരു 6 എണ്ണം, 3 കിടാവും 2 പശു. അപ്പോൾ അത് 2 പശു, 2 3 പശു ശരിക്കില്ല വലിയ. അന്നേരം ഞാൻ ഈ പശുക്കൾക്ക് പുല്ല് രാവിലെ വെട്ടിക്കൊടുക്കും, അതിനുങ്ങൾ തീറ്റ കൊടുക്കും, അതുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് പോരും. പിന്നെ 2 മണിക്ക് ശേഷം പണിക്കിറങ്ങും. ഒരു കെട്ട് പുല്ലും മതി എല്ലാത്തിനും കൂടെ. വെച്ചൂരി പശു ആയതുകൊണ്ട് അധികം പുല്ലൊന്നും തിന്നൂല. ഇപ്പം ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട് ഇവിടെ ഒരു കോളനിയിലാണ്. സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാനൊരു കോളനിയാണ്, ഞാൻ വരുന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ അടുത്തടുത്ത വീടുകളാണ്. ഇവിടെ മഴ മൂടുന്നുണ്ട്, ഭയങ്കര ഇടി വെട്ടുന്നുണ്ട്. പിന്നെ നല്ല പൂവൊക്കെ ഉണ്ട് പോരുന്ന വഴിക്ക്. താമസമൊന്നുമില്ല, പോയ വീടുകളാണ്. ഇത് വീട്ടിലേക്ക് വരുന്ന റോഡാണിത് ഈ കാണുന്നത്. ഇതിലിങ്ങനെ പശുവിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പശുവിന് പുല്ല് വെട്ടണം, പിന്നെ വെള്ളം കൊടുക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്. പണി കഴിഞ്ഞിട്ട് വൈകിട്ടാണ് വീട്ടിലെത്തുക. വീട്ടിൽ വന്നിട്ട് ചെറിയ വീഡിയോ എടുക്കും, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ഇതാണ് എൻ്റെ വീട് നിൽക്കുന്ന കോളനി സ്ഥലം. ഇതൊരു കോളനിയായി. ഈ കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത്. കുറേ വീടുണ്ട്, കുന്നിൻ്റെ മുകളിലേക്കാണ് വീട് മുഴുവനും. കുറേ മാങ്ങ പഴുത്ത് വീണതുണ്ട്, മാങ്ങയൊക്കെ പഴുത്ത് വീഴുന്നുണ്ട്. പക്ഷെ ചോട്ടിന്ന് പറക്കി തിന്നാൻ പേടിയായി, വവ്വാലൊക്കെ കടിക്കുന്നോണ്ടേ. ഭയങ്കര പാമ്പും ചേരയും എല്ലാം വന്ന് കടിക്കുന്നുണ്ട്. പണ്ടൊക്കെയാണ് മാങ്ങപ്പഴം വവ്വാൽ കൊത്തിയാലും തിന്നാൻ പറ്റുമായിരുന്നു, കത്തി കൊണ്ട് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് തിന്നു. ഇപ്പോൾ അങ്ങനെയും തിന്നാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. ഈ കാണുന്നതാട്ടോ എൻ്റെ നാട്. എൻ്റെ പശുക്കൂട് ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ കണ്ടോ. പാൽ സൊസൈറ്റി പാൽ കൊടുക്കാൻ വേണ്ടി വെച്ചതാ വൈക്കൽ. റോഡ് സൈഡിലേ വല്ലവരും എടുത്തു കൊണ്ടുപോയാലോ അങ്ങനെ വെച്ച് പോവുക ചെയ്യുക. അത്രയ്ക്ക് വിശ്വാസമുള്ള നാട്ടുകാരാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർ. ആരും കള്ളന്മാരൊന്നുമില്ല. അങ്ങനെ എൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ പശുക്കൾ. കണ്ടില്ലേ, ഞാൻ വരുന്നത് നോക്കി നിൽക്കുകയാണ് പശുക്കൾ. ഇവനെ പെരുന്നാളിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ സ്നേഹിക്കുന്ന പശുക്കളെ കൊണ്ട് അറക്കുന്നതും കത്തി വെക്കുന്നതും നമുക്ക് സങ്കടമുള്ള കാര്യമല്ലേ. ഇവനെ ഇന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇനി നല്ല തുടർന്നുള്ള വീഡിയോ ഉണ്ടാകും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.